ഹലോ ഗായ്സ്, അടിച്ചുപൊളിച്ചിരിക്കാനായി മോറോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റ് എന്നുള്ള ഗെയിമാണ് കളിക്കുന്നത്. അടിപ്പൻ ഗെയിമൊക്കെയാണ്, സെറ്റ് ഗെയിമൊക്കെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപ്പനാണ് മൈൻക്രാഫ്റ്റ്. ഇത് നമ്മുടെ മൈൻഡ് വെച്ച് ക്രാഫ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പം നമുക്ക് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ മറന്നു. ചമ്മിപ്പോയി. ഇപ്പം നമ്മൾ ഈ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിച്ചത് സോംബി വില്ലേജ് അങ്ങനെ കണ്ടുവാണ് ഗൈസ്. സോംബി വില്ലേജാണ്. അപ്പോൾ നമുക്കൊരു ബെല്ലും എന്തോ പണ്ടതൊക്കെ ഇട്ടിട്ടുണ്ട്. വയറ് നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് സോഡൊന്നും ഇല്ല, നമുക്കത് ഉണ്ടാക്കണം ഗൈസ്. ഒരു വരുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണേൽ കമൻറ്റും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് 100K അടുപ്പിക്കുന്ന ചെങ്ങായിമാർക്ക് ഫ്രീ ഫയറിൽ എൻ്റെ ഒപ്പം കളിക്കാനുള്ള എൻ്റെ വേറെ യൂട്യൂബറിൻ്റെ ഒപ്പം കളിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റേ അവിടുന്ന് കമ്പിപ്പാലൊക്കെ എടുത്ത് ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊളിക്കുക, അടിച്ചടിച്ച് പൊട്ടിക്കുക. നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഗൈസ്. ഇത് രാത്രി ആകുമ്പോൾ ഒരു പച്ചപ്പേൻ ഇടിച്ചവനൊക്കെ വരും. നമുക്ക് അവന്മാരുടെ അടുത്ത് നിന്നൊക്കെ രക്ഷപ്പെടണം ഗൈസ്. ഭയങ്കര പണിയാണ് ഈ കളി. നമുക്കാദ്യം ഇതൊക്കെ എടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവശ്യം സോഡ് വേണം. സോഡ് മാത്രമേ കിട്ടിയുള്ളൂ ഗൈസ്. വേറെ വേണ്ടത് നമുക്ക് പിക്കാഡ്സ് ഒന്ന് വേണമായിരുന്നു. അപ്പോൾ ഒന്നും കൂടി മരം മുറിക്കാം. ഗൈസ് വല്ല ഫാം തുടങ്ങണം എങ്ങനെയാണെന്നൊന്നും അറിയാമോ ആർക്കെങ്കിലും? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഓട്ടോമാജിക്കൽ ഈ കൃഷി ചെയ്യില്ലേ, അത് ഓട്ടോമാജിക്കൽ എങ്ങനെയാണെന്നൊക്കെ വല്ലവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് അധികം ഞങ്ങളിലായിട്ട് സപ്പോർട്ടൊന്നുമില്ല. മൈൻക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒരെണ്ണം കൂടി വേണം അല്ലേ? നമ്മുടെ ഉണ്ടല്ലോ, പിന്നെന്താ. നമുക്കാദ്യം ഒരു ഫുഡ് എടുത്ത് ബ്ലാങ്ക് ആക്കണം. ബ്ലാങ്ക് ആക്കിയിട്ട് നമ്മളെന്തിനാ പോയത്? കിട്ടി. ഇനി ആ ക്രാഫ്റ്റിൻ്റെ ഇങ്ങോട്ട് എടുത്തേക്കാം. അത് നമുക്ക് എല്ലാം മല, ഇത് മഞ്ഞുമലയാണോ ഗൈസ്? നമുക്ക് അങ്ങോട്ടൊന്ന് ചുമ്മാ ഒന്ന് പോയി നോക്കാം. അവിടെ ആയിരിക്കും നല്ല വള്ളിയൊക്കെ പിടിക്കുന്നത് പറഞ്ഞിട്ട് വരാം. ചിലപ്പോൾ പടവും കേട്ടോ, അറിയില്ല ഗൈസ്. ഇതാരാണ്? ലക്ഷ്മിക്കുട്ടി പോയിച്ചാ ചത്തില്ലേ? ഇപ്പോൾ ചത്തി. വാവ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ ഗുഹേൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ഗൈസ് എൻ്റെ പച്ചപ്പേൻ ഇടിച്ചതിന് മഞ്ഞപ്പേൻ ഇടിച്ചതിനൊക്കെ പിടിക്കാൻ പറ്റുന്നല്ല, അവന്മാർ കൊല്ലാൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് വെച്ചാൽ ഇവിടുത്തെ മഞ്ഞുമലയിലും കയറി വയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഗൈസ് നമ്മൾ നേരത്തെ ആദ്യം വന്ന് സ്പോണായത് ഇവിടെ ഇരുന്നിട്ടത്. ഇവിടെ ഞാൻ ഡയറക്റ്റാക്കി ഇട്ട് വെച്ചേക്കണം. അപ്പം നമ്മളടുത്ത് വുഡ് രാത്രിയായിരുന്നു സാധാരണ, വുഡൊന്നും മുറിക്കാൻ പറ്റിയില്ല. വുഡൊക്കെ ഒന്ന് എടുത്തേക്കാം. ഞങ്ങൾക്ക് മഞ്ഞുമലയുടെ മുകളിൽ ഗൈസ്. പിന്നെ ഞാനിവിടെ ഒരു രാത്രി ആയപ്പോൾ ഇല്ലേ, ഞാൻ ഒന്ന് സർവൈവ് ചെയ്യാനൊരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഗൈസ്. കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെയാണ് ആ ഗുഹ. അതേതോ ജംഗൽ കോട്ട പോലെ ഉണ്ട് ഗൈസ്. നമുക്ക് മുകളിലോട്ട് കയറിക്കണം. ഇതൊക്കെ പറിച്ച് കളയണം. അല്ലാതെ കയറാൻ പറ്റൂലെന്നാണ് തോന്നണത്, അറിയില്ല. സ്റ്റോണാണ് സ്വഭാവപ്പെട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടിരിക്കുന്നു. സ്റ്റോൺ പൊട്ടിക്കാൻ കുറച്ച് പണിയാണ്. നമ്മുടെ പിക്കടിൻ്റെ കാലാവധിയൊക്കെ കഴിയും. ഇതേ ഗൈസ് അതിനാണ് ചെമ്മരിയാട് മലയനാടാണെന്ന് തോന്നുന്നത് ഗൈസ്. മലയനാട് പേര് കൊള്ളാം, മലയൻ. അപ്പോൾ ഗൈസ് അവിടെ കുറച്ച് കോള് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ.
ഗൈസ് നമുക്ക് കോൾ എടുക്കണം. എടുക്കാം. ഇവിടെ ഉണ്ടോ കോള്? ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ കോളിൻ്റെ മേള പിക്കെടുത്തെടുക്കട്ടെ. മൈൻ ചെയ്യണം. എപ്പോഴും പിക്കടിച്ചില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഗൈസ്. പിക്കടിച്ചാണ് മെയിൻ. പിക്കടിച്ചിലൊക്കെ മൈനിങ്ങിന് ഇറങ്ങിയിട്ട് എന്തിനാണ് ഗൈസ്? ഗൈസ് കുറേ കോളുണ്ട് ഇവിടെ. കോൾ മഴ ഗൈസ്, കോൾ മഴ. ഓ, ഈ കോളിൻ്റെ ഉപയോഗം നമുക്കിങ്ങനെ മീറ്റൊക്കെ ഫ്രൈ ചെയ്യാൻ പറ്റും ഈ കോൾ വെച്ച്. അത്രയുള്ള ഉപയോഗം എന്നാണ് തോന്നുന്നത്, അറിയില്ല. വെച്ച് വരാം. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്, ടോർച്ച് എന്നുവെച്ചാൽ വിളക്ക. ടോർച്ച് സാധനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ. ഇവിടെ കുറച്ച് കോളാണല്ലോ. നമുക്ക് ഈ കോളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ഗൈസ്. തിരിച്ച് രണ്ടുമ്പോൾ കയറും. പ്ലാൻ ഉണ്ടല്ലേ ഗൈസ്? രാത്രിയാവുന്നറിയില്ല ഗൈസ്. രാത്രിയായ സീനൊക്കെയാണെന്നാണ് അറിയാൻ പറ്റിയത്. ഈ കോള് വെച്ച് ഈ ടോർച്ച് ഇതൊന്നല്ലാതെ വേറെ വല്ല ഉപയോഗം ഉണ്ടാകും ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമുക്കത് ഇതിന്ന് മുറിക്കണം. എന്നിട്ട് ഇത് പെടുന്നു. ഓ, മഴ പെയ്ത് ഗൈസ്. മഴയത്തെ സോംബിയൊക്കെ വരുമോ ഗൈസ്? അറിയില്ല. അയ്യോ, രാത്രിയാവാറ. ഇതേ മഞ്ഞുണ്ടായിരുന്ന ഇവിടെ നിറച്ച് കോളാണോ? നമുക്കത് ഇവിടെ നിന്ന് മുറിക്കണം. നമുക്കപ്പോൾ ഇവിടെ ഒന്ന് കയറണം. ഓ, ഇതേ മഞ്ഞ് വേണേ ചേച്ചി. മഞ്ഞ് എങ്ങനെ വേണേ? രസമുണ്ടല്ലോ. ഈ മഞ്ഞ് വെച്ച് വീടുണ്ടാക്കാൻ പറ്റുമോ? അറിയില്ല. എനിക്ക് പിന്നെ പണി തോന്നി. പണി പിടിക്കും. പണിയെല്ലാം ഭയങ്കര പിടിക്കും. പണി പിടിക്കും. കോളി എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് കോളാണോ അല്ലേ? എല്ലാ ദിവസം രാത്രി പണിപാളി. നമുക്കിനി ബെഡ്. ഓ, അങ്ങനെ എഴുന്നേറ്റ് നമുക്കിനി ബെഡ്. ഓ, സോംബി വേള നീ തൊടു വന്നു. എന്താടാ പേടിയാ? വാ. എൻ്റെ ഇരിക്കുന്നത് അതും ഇവിടെ എന്തിരിക്കുന്നുണ്ട് ഗൈസ്? നമുക്കത് വേണം. അതെനിക്ക് വേണം. ഓ, അതുകൊണ്ട് ഓപ്പ് ചെയ്തില്ല. വേണ്ട. ഓ, അതെ കോള്. ഇത് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ അതിൻ്റെ ഇവിടെ ഇത് കൊടുത്തിട്ട് ഞാൻ കാണാതെ അഭിനയിക്കുകയാണ്. ഞാൻ കാണാതെ ഗൈസ്. അയ്യോ, ഇതെങ്ങനെ കയറും ഗൈസ് എൻ്റെ മുകളിൽ? ഓ, നമ്മളെ പ്ലാൻ കണ്ടല്ല. പിന്നെ എന്താണ് നമ്മുടെ പ്ലാൻ ഇങ്ങനെ എടുത്തേക്കാം. ഇനി കോൾമഴയാണ് ഗൈസ്, കോൾമഴ. എവിടെ ഞാൻ ഇവിടെ കണ്ടു? ഇപ്പോൾ കാണാനില്ല. എൻ്റെ പൊന്നോ. കണ്ടു. ഗൈസ് ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്.
കോള് മുഴുവൻ വേണം ഗൈസ്, അല്ലേ പണി കിട്ടും. കിട്ടാത്തത് ഓ കിട്ടി, കിട്ടിയില്ലേ? എന്ത് പണ്ടാരാണ് ഗൈസ്. ഓ ഇവിടെ ഭയങ്കര മഴയൊക്കെ കേട്ടോ. നമ്മുടെ മഴയൊക്കെ കുറവുണ്ടാന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓ നിറച്ച് ഇതിങ്ങനെ ഇങ്ങനെ അപ്പുറത്തോട്ട് പോകുമെന്നാണ് എനിക്കറിയില്ലാത്തത്. ആ ഇപ്പോൾ പോകണം. ഇവിടെ ഒരു കോള് കണ്ടായിരുന്നു. ആ കണ്ട് കയറി. ഇവിടെ പൊട്ടിക്കണം, ഇവിടെ പൊട്ടിക്കണം, ഇവിടെ പൊട്ടിക്കണം. എത്തിക്കഴിഞ്ഞു. ഒരു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബെഡുള്ള കാരണം പേടിക്കണ്ട, എല്ലാവരും ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ടിയിരുന്നു. നമുക്കിനി ഈ ഭാഗത്തൊരു വീടുണ്ടാക്കിയല്ലോ ഗൈസ്, ഒരു ഊട്ട പോലെ. ഞാൻ നമ്മുടെ വീടിവിടെ ഒന്ന് ഉണ്ടാക്കണം, അല്ലേ മഞ്ഞുമലേൻ്റെ മുകളിൽ ഇപ്പോൾ ഉണ്ടാക്കും ഗൈസ്. നമുക്ക് ഇവിടത്തേക്ക് ആദ്യം ഒന്ന് എടുക്കണം. എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ നൈസായിട്ട്. നമ്മൾ മിക്കവാറും ഇവിടെ ഒരു വീട് പണിയും. ഇവിടെ തന്നെ പണിയാ. ഒരു ഡോർ വെക്കാം. എങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ലാത്ത. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യേ? കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഇവിടെ വെക്കാം. വാതിലുണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കട്ടെ. വാതിൽ ഇനി ഒരു 3 പ്ലാങ്ക്. 3 മതിയോ? മതിയെന്നാണ് തോന്നണത്. നമുക്ക് ഡയറക്റ്റ് കുറച്ച് ഇടേണ്ടി വരും പോകാനും വരാനൊക്കെ. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ. ഗൈസ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി അവിടെ നമ്മൾ വെച്ച ടാങ്കൊക്കെ ഒന്ന് എടുക്കണം. പോയാ നമുക്കൊന്ന് മീറ്റ് കഴിക്കാം. ഫുഡ് തീർന്ന് കഴിച്ച് ചമ്മിപ്പോയി. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇന്ന് ആ പ്ലാങ്ക് കൂടി എടുക്കുന്നത്. ജോലിയൊന്നും മടിയാണ്, മരമൊക്കെ വെട്ടി അവിടെ നിന്ന് വന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ മടിയാണ്. നമുക്ക് ആദ്യം ഇത് പൊട്ടിക്കാനായിട്ട് നിലപ്പാട്ട് വീടില്ല, ചങ്ങി. അപ്പം കിട്ടി. എന്താ കൂട്ടി? അപ്പം നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല. നമുക്ക് സാൻഡ് ഒക്കെ ഇടാം. കുറച്ച് ഇറങ്ങി കയറാം, പോകാം. എന്താ പോകാൻ പറ്റാത്തത്? എന്നാണ് വീട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്കിതൊരു കൊട്ടാരമാക്കണം. കൊട്ടാരമാക്കണമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, അത് വേറെ കാര്യം.
ഇനി നമുക്ക് ഡോർ ഉണ്ടാക്കണം. ഡോർ ഉണ്ടാക്കി. അവിടെ ആടൊക്കെ കിടന്ന് കരയുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ പിക്കാഡ്സ് പൊട്ടാറായി. അപ്പോൾ നമ്മളിനി ഒന്നും കൂടി ഇറങ്ങണം. ഷേടാ, നമുക്ക് നമ്മളെ കോളല്ലേ ഇത്? ആണല്ലോ, എടുക്കാം. മറ്റേ പിക്കാഡ്സ് എടുത്ത് കൊടുക്കട്ടെ. അല്ല, കോള് പിന്നീട് എടുത്തെടുക്കാം. നമുക്കത് വുഡ് വെട്ടാം. വുഡിൻ്റെ ആവശ്യം ഭയങ്കരമായിട്ടുണ്ട്. വുഡാണ് ഭയങ്കര ആവശ്യമുണ്ട്. വുഡ് നമുക്കില്ലെങ്കിൽ ഒന്നും നടക്കില്ല. വുഡാണ് ഇവിടെ മെയിൻ. വുഡില്ലെങ്കിൽ വുഡില്ല. അല്ല, വുഡ് നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അല്ല, വില്ലേജും കിട്ടിയിരുന്നത് പിന്നെയും കൊള്ളായിരുന്നു. മറ്റേതിലും ഒന്നിനും കൊള്ളില്ല. എൻ്റെ പാട്ട വില്ലേജ്. അപ്പോൾ നമ്മൾ ഈ മൈൻക്രാഫ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നത്. നമ്മൾ ഓരോ സീരീസായിട്ട് ഇറക്കും, പാർട്ട് പോലെ. ഞാൻ വീണു, ഇതും കൂടി പറിച്ചിട്ട് പോകാം. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റണം അങ്ങോട്ട്. വീടെവിടെ? ഇതില്ലേ വീടൊക്കെ ഞാൻ വിചാരിച്ച് പോയെന്ന്. പക്ഷേ എന്തായിരുന്നു? ഉണ്ട്, അത് വീടാണ്. അപ്പോൾ അവിടെ 2 പ്ലാങ്ക് അവിടെ ഉണ്ടായിരുന്നു. ചമ്മിപ്പോയി. നമ്മൾ വെറുതെ പ്ലാങ്ക് എടുക്കാൻ വെറുതെ ഇവിടം വരെ വന്നു. ഭയങ്കര മടിയാണ് ഇതൊക്കെ ചെയ്യാൻ. ഇത് കോണിപ്പടി, ഇതാണ് കയറാൻ പറ്റാത്തത്. എന്താണ് കയറാൻ പറ്റാത്തത്? അപ്പോൾ നമ്മൾ കോണിപ്പൊടി എടുത്ത് ഇവിടെ വെക്കണം. അങ്ങനെ വല്ലതും ആണോ? എനിക്കറിയില്ല കാര്യമായിട്ട്. എന്താ കയറാൻ പറ്റാത്തത്? നേരത്തെ കയറിയാണല്ലോ. ഇപ്പം കയറി. സോറി ഗൈസ്, നമ്മളങ്ങ് ഇല്ലാണ്ടായിപ്പോയി. കുറച്ച് കയറ്റണം. ഓക്കെ, ഫുള്ളായി ഗൈസ്. പിന്നെ നമുക്ക് വുഡൻ പിക്കാഡ്സ് ഉണ്ടാക്കാനല്ലേ എടുത്തത്. വുഡൻ പിക്കാഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഞാൻ മറ്റേ ഇതാക്കിയില്ലായിരുന്നല്ലേ. നമുക്ക് ഇതും കൂടെ കുറേ വുഡ് എടുക്കാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ പേര് ചെസ്റ്റ് അത്യാവശ്യമാണ് ഗൈസ്. ഓക്കെ, ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് എടുത്തപ്പോൾ വുഡ് കീഴും. വുഡ് ഉണ്ടല്ലോ, പ്ലാങ്ക് ഉണ്ടല്ലോ. എന്നിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റാത്ത? സ്റ്റിക്കില്ലല്ലേ. സ്റ്റിക്കിന് നമ്മൾ എന്ത് ചെയ്യണം? അതെ, സ്റ്റിക്ക് മതിയായിരിക്കും അല്ലേ? മതി. നമുക്ക് സ്റ്റോൺ പിക്കാഡ്സ് ഉണ്ടാക്കല്ലേ. ഇതും കൂടി ഉണ്ടാക്കിയേക്കാണ്. വേറെ എന്താ ഉണ്ടാക്കാം? വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. രാത്രിയായി. പക്ഷേ ബെഡ് എന്ത് ചെയ്യേ? ബെഡ് കിട്ടിയേ. ബെഡ് നമുക്ക് ഇവിടെ ഇടാം. ഇത് ഇന്നത് മാത്രം ഇടുകയാണ്. ബെഡ് ഇടാൻ പറ്റാത്ത ഇതെന്താണ്? ഇതെന്ത് സീനാണ് മച്ചാൻ? ഇതെന്ത് ഡാർക്ക് സീനാണ്. നമുക്കത് കാരണം ഇതൊക്കെ ഒപ്പിക്കാം. കണ്ണ് കാണില്ല ശരിക്കും. ബെഡ് വെക്കാൻ പറ്റുമോ? ഭാഗ്യം. കിടക്കാൻ പറ്റാത്ത. നമുക്ക് ഇനി കുറച്ച് നേരം ഇറങ്ങാം. അയ്യോ
ചാടിക്കാന്നല്ലേ, കുഴപ്പമില്ല. പൊട്ടി, അത് പൊട്ടി, ഇത് പൊട്ടിയത് തന്നെ. അപ്പോൾ അതും പൊട്ടി കേസ്. ഇനി നമുക്ക് ഈ മുകളിലത്തെ സ്റ്റോണെല്ലാം പൊട്ടിച്ചിടണം, അല്ലേ പണി പാളും. നമ്മൾ ചെറിയൊരു കുടിൽ പോലെയാണ് കേട്ടോ. ഞങ്ങൾ വേറെ വീട് സെറ്റാക്കും, നാളെ വില്ലേജിൽ പോയിട്ട് എല്ലാം ലൂട്ടും. ഇതാണ് അതിന് മുമ്പ് നമുക്കൊന്ന് ഉണ്ടാക്കിയതാണ്. സ്റ്റോൺ നിറച്ച് കിട്ടും. സ്റ്റോൺ വെച്ച് നമുക്ക് മറ്റേ ഫർണസ് ഉണ്ടാക്കണം. ഫർണസ് ഞാൻ മറ്റേ ഫുഡും ഈ അയണൊക്കെ കിട്ടിയാൽ നമുക്കതൊക്കെ ഇങ്ങനെ വേവിക്കാം, എന്നുവെച്ചാൽ കത്തിക്കുക അതൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ചെയ്ത് ഇനി നമ്മുടെ കണ്ടൻറ്റ് ഭയങ്കര റീച്ച് ആവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്താണെന്ന് അറിയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിനി ഈ വീഡിയോ ഒരു കൊട്ടാരമാക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.